ചിലർ ചോദിക്കുന്നത് ആ ചെറുപ്പക്കാർ ചെയ്തത് തെറ്റല്ലേ, പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ കുടുംബത്തിന് വേണ്ടി വാദിക്കുന്നതെന്ന്, അങ്ങനെയാണോ? തീർച്ചയായിട്ടും അങ്ങനെയാണ്. നിങ്ങളാണ് സത്യത്തിൽ ഇവിടെ അരാജകത്വത്തിന് ചൂട്ടുപിടിക്കുന്നത്. ഈ ഏഷ്യാനെറ്റ് അടക്കമുള്ള ചാനലുകളാണ്. സത്യത്തിൽ നിങ്ങൾ ചെയ്യുന്നത് വലിയ സാമൂഹ്യ ദ്രോഹമാണ്. എന്താ അറിയാമോ, ഞാൻ ഈ ചാനലിൽ സ്ഥിരമായിട്ട് ചർച്ചയ്ക്ക് വരുന്ന ആളാണ്. എൻ്റെ വീട്ടിലും ഇതുപോലെ ഫ്യൂസ് ഊരിയ സപ്പോർട്ടായിട്ടുണ്ട്. ഞാൻ എറണാകുളത്ത് കോടതിയിൽ എത്തുമ്പോഴാണ് ഇലക്ട്രിസിറ്റി ബോർഡിലെ ജീവനക്കാരൻ വന്ന് ഫ്യൂസ് ഊരിയത്. അന്ന് ഇവിടെ ജോലിക്ക് എത്തിരുന്ന ഒരു പാവപ്പെട്ട സ്ത്രീ ആയിരുന്നു. അവർ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു, സാറേ കറണ്ടിന് ഫ്യൂസ് ഊരി, പണം അടച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഞാൻ ഉടനെ എറണാകുളത്ത് നിന്ന് അത്താണിയിൽ വന്ന് പണം അടച്ചു. പണം അടച്ച് ഞാൻ ദേശത്തുള്ള വീട്ടിൽ എൻ്റെ മുമ്പിട്ട് ഫ്യൂസ് തിരിച്ചു കുത്തി. ലൈൻമാനെ വിളിച്ചു പറഞ്ഞു. ലൈൻമാൻ അപ്പം തന്നെ വന്ന് ഫ്യൂസ് കുത്തി. ഇതാണ് സാധാരണ സംവിധാനം. അല്ലാതെ ഫ്യൂസ് ഊരാൻ വരുന്ന ഉദ്യോഗസ്ഥനെ ഇടിക്കുക, അയാൾ അസഭ്യം പറയും, ഇതൊന്നും ആരും ചെയ്യാറില്ല. അതൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കാൻ ബന്ധപ്പെട്ട ആളുകൾ സന്നദ്ധരാകണം. അത് പോട്ടെ. അത് കഴിഞ്ഞ് അതിനെക്കുറിച്ച് പോലീസിൽ പരാതിപ്പെട്ടു എന്ന കാരണത്താൽ KSEB ഇലക്ട്രിക്കൽ സെക്ഷനിൽ പോയി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ മേല് മാലിന്യം നിക്ഷേപിക്കുന്നതൊന്നും മര്യാദയല്ല. അവിടുത്തെ ജീവനക്കാർ ഗാന്ധിയന്മാരായതുകൊണ്ടാണ് ഇവർ രണ്ട് കാലിൽ നടന്ന് വീട്ടിലെത്തിയത്. അല്ലെങ്കിൽ ഇവരെ ചുമരോട് ചേർത്തിരുത്തി നല്ല ഇടിവെച്ചു കൊടുക്കരുത്. KSEBയിലെ ഭൂരിപക്ഷം ജോലിക്കാരും ഞാൻ മനസ്സിലാക്കി കൊടുത്തുള്ളൂ CITU-കാരൻ. അവരങ്ങനെ ഗാന്ധിയന്മാരൊന്നും അല്ല, നല്ല അസൽ ഇടിവെച്ചു കൊടുക്കും. ചുമരോട് ചേർത്ത് നല്ല ഇടിയടിക്കുവരും. ഏതായാലും മാനന്തവാടിയിലെ KSEB-ക്കാർ സത്യസന്ധരും സൽഗുണസമ്പന്നരും ഗാന്ധിയന്മാരും ആയതുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവത്തിൽ അവസാനിച്ചത്. അതിനെ ന്യായീകരിക്കുന്ന ഇവിടുത്തെ കുറെ ബുദ്ധിജീവികളും കുറെ ചാനലുകാരും കുറെ മാധ്യമ പ്രവർത്തകരുമാണ് അരാജകത്വത്തിന് ചൂട്ടുപിടിക്കുന്നത്. കൊയിലാണ്ടിയിലെ SFI-ക്കാർ പ്രസംഗിച്ചപ്പോൾ നിങ്ങളുടെ നിലപാടെന്തായിരുന്നു? നിങ്ങൾ ആരെങ്കിലും SFI-ക്കാരെ ന്യായീകരിച്ചോ? SFI-ക്കാർക്കും അവരുടെ ന്യായീകരണമുണ്ട്, ഇല്ലേ? അതിന്റെ പേരിൽ SFI-ക്കാരുടെ വീട്ടുകാർക്ക് ചികിത്സ നിഷേധിക്കുകയോ അവരുടെ വീട്ടിലെ ഫ്യൂസ് ചെയ്യപ്പെട്ടില്ലല്ലോ. ഇതൊക്കെ ഞാൻ പറയട്ടെ, അബ്ജോദെ പ്ലീസ്, ഞാനത് പറഞ്ഞു തീർക്കട്ടെ. നിങ്ങളുടെ ഇടയ്ക്ക് ഇങ്ങനെ പറയല്ലേ. നമ്മൾ ഈ പണി കൊണ്ടിട്ട് കുറച്ച് അധികം നാളായില്ലേ. ഞാൻ ഒന്ന് പറയട്ടെ, നിങ്ങൾ ആ ഇലക്ട്രിസിറ്റിക്കാരനെ കൈകാര്യം ചെയ്തപ്പോൾ എന്നെ കൈകാര്യം ചെയ്യില്ലേ? പറഞ്ഞു മനസ്സിലായില്ലേ? ഇത് ശുദ്ധ തെമ്മാടിത്തരമാണ്. ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോയി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ദേഹോപദ്രവിപ്പിക്കുന്നത് ഒരു കാരണവശാലും ശരിയല്ല. അത് തോന്നിവാസമാണ്. അവർ ചെയ്യാവുന്നതിൽ ഏറ്റവും മാന്യമായ പ്രവൃത്തിയാണ് ഇത്. എന്താണ് ഇത്? ഇവര് ഇന്ന് പരിഹാരം ഉണ്ടാക്കുന്നവരെ വീട്ടിലേക്ക് കറണ്ട് കൊടുക്കേണ്ടെന്ന് തീരുമാനിച്ചു. ഞാൻ ബിജു പ്രഭാകരെ അഭിനന്ദിക്കുകയാണ്, മന്ത്രി കൃഷ്ണൻകുട്ടി അഭിനന്ദിക്കുകയാണ്. രണ്ടുപേരോട് എനിക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും കടപ്പാടുണ്ടായിട്ടല്ല, രാഷ്ട്രീയമായിട്ട് അവരോട് ദാസ്യമുള്ളതുകൊണ്ടുമല്ല. ഇതൊക്കെ തോന്നിവാസമാണ്. ഈ അജ്മൽ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന്റെ രാഷ്ട്രീയ സ്വാധീനമുണ്ട്, പണമുണ്ട്. അയാളുടെ വീട്ടിൽ 11 കണക്ഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. ചെറിയ ആളൊന്നുമല്ല. അപ്പോൾ അതിന്റെ ഹുങ്കാണ് അയാൾക്ക്. അയാളുടെ പിതാവിയോട് വന്നിട്ട് പറയുന്നത് എന്റെ മക്കൾ അങ്ങനെ ചെയ്യില്ല, എന്റെ മക്കൾ മാന്യന്മാരാണ്, യോഗ്യന്മാരാണ്. എല്ലാ മാതാപിതാക്കളും അങ്ങനെ പറയുള്ളൂ, ഞാനാണെങ്കിലും അങ്ങനെ പറയുള്ളൂ. പക്ഷേ ഇത് അരിയാഹാരം കഴിക്കുന്ന ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. നിങ്ങൾ എത്ര നേരം ഇത് തുടങ്ങിയിട്ട്? ഇന്ന് കാലത്ത് തുടങ്ങിയതല്ലേ. അന്യായമായി ഒരു വീട്ടിലെ ഫ്യൂസ് ഊരി. എന്ത് ഫ്യൂസ്? ഇത് അവിടെ കറണ്ടിൽ അടുത്ത വീട്ടിൽ പോയിരിക്കണം, അതാണ് ചെയ്യേണ്ടത്. ഫ്യൂസ് കുത്തണ വരെ ഇവർ ചെയ്ത തോന്നിവാസത്തെ ഇവിടുത്തെ ചാനലുകാരും മാധ്യമ പ്രവർത്തകരും മനുഷ്യാവകാശ പ്രവർത്തകരും മനുഷ്യാവകാശ കമ്മീഷനും എല്ലാം കൂടി ന്യായീകരിച്ച് വെളുപ്പിക്കുകയാണ്. ഇവർ ഇന്ത്യൻ പീനൽ കോഡിൽ ഏത് വ്യവസ്ഥ അനുസരിച്ചിട്ടാണ് ഇലക്ട്രിസിറ്റി ബോർഡിൽ അതിക്രമിച്ച് കയറിയത്? ഏത് വ്യവസ്ഥ അനുസരിച്ചിട്ടാണ് അവരുടെ മേൽ വെള്ളമൊഴിച്ചത്? അതിന് അവർക്ക് അവിടെ നിന്ന് അവകാശം കിട്ടിയത്? ഇലക്ട്രിസിറ്റി ബോർഡിലെ ജോലിക്കാർ അവര് സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണെന്നുള്ളൊരു തെറ്റുണ്ട്. 31-ാം തീയതി ശമ്പളം മേടിക്കുന്നുണ്ടെന്നുള്ളൊരു തെറ്റ് അവർ ചെയ്യുന്നുണ്ട്. എന്നല്ലാതെ ഇങ്ങനെ അവഹേളനത്തിനും ആക്രമണത്തിനും പാത്രമാകാനായിട്ട് അവരെന്ത് തെറ്റാ ചെയ്തത്? ഇവരെ ബന്ധപ്പെട്ട ലൈൻമാനെ ദേഹോദരം ഏൽപ്പിച്ചപ്പോൾ പോലീസിന് കംപ്ലൈന്റ് എന്നുള്ള തെറ്റ്. അത് ഇന്ത്യൻ പീനൽ കോഡിൽ ഏത് വ്യവസ്ഥ അനുസരിച്ച് അബ്ജോദിനെ ന്യായീകരിക്കാൻ പറ്റും? ഏഷ്യാനെറ്റിന് ന്യായീകരിക്കാൻ പറ്റും? നിങ്ങൾ എങ്ങനെ പറയല്ലോ? നോ, പ്ലീസ് അല്ലല്ല. അതിനെ നിങ്ങൾ എങ്ങനെ ആയിരിക്കും അതിന് പ്രതികരിക്കുക? ഏഷ്യാനെറ്റിലെ പ്രബുദ്ധരായ പത്രപ്രവർത്തകർ അതിനോട് എങ്ങനെ എനിക്ക് പ്രതികരിക്കാം? ഇതേ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് ജയശങ്കർ. ഇതേ രീതിയിലൊന്നും അല്ല പ്രതികരിക്കുക. ഇങ്ങനെയൊന്നും അല്ല നിങ്ങൾ പ്രതികരിക്കുക. എനിക്ക് അറിഞ്ഞൂടെ എന്താ ഈ പറഞ്ഞത്? നമ്മൾ ഈ ലോകത്ത് ഈ നാട്ടിലല്ലേ ജീവിക്കണം. താമരശ്ശേരിയിലെ ഫോറസ്റ്റ് ഓഫീസ് കത്തിച്ചു, എന്നിട്ട് എന്തായി? എത്ര പ്രതികളെ ശിക്ഷിച്ചു? ഇല്ലേ? ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരെ തല്ലി കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോൾ പ്രതികൾ സാക്ഷികൾ ഉണ്ടാവില്ല. പോലീസ് ചാർജ് ചെയ്യണ കേസ് ഫ്രെയിം ചെയ്യണ തെറ്റായിട്ടായിരിക്കും. ഇന്ത്യൻ പീനൽ കോഡിൽ ഒരു വ്യവസ്ഥ അനുസരിച്ച് ഇവരെ ശിക്ഷിക്കുകയില്ല. ഇതാണ് അവരുടെ ധൈര്യം. ഇതാണ് ഗുണ്ടായിസം. ഈ ഗുണ്ടായിസത്തെ ന്യായീകരിക്കുന്ന പരിപാടിയാണ് ഇന്ന് രാവിലെ മുതൽക്ക് വിവിധ ചാനലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ശുദ്ധ തെമ്മാടിത്തരമാണ്. മനുഷ്യാവകാശം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബോർഡിലെ ജോലിക്കാർക്കുണ്ട്, KSRTCയിലെ ജോലിക്കാർക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നാട് റോഡിൽ വാഹനം തടഞ്ഞപ്പോൾ മേയറെയും സച്ചിൻ ദേവിനെയും എതിർത്തത്. KSRTCയിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കുണ്ട്, ഇല്ലേ? അവരെ പെരുവഴിയിൽ ഇറക്കി വിട്ടത് തെറ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് SFI-ക്കാരും ഗുണ്ടായിസം കാണിച്ചാൽ നമ്മൾ അതിനെ എതിർക്കണം. യൂത്ത് കോൺഗ്രസ്സുകാർ ചെയ്താലും യുവമോർച്ചക്കാർ ചെയ്താലും യൂത്ത് ലീഗുകാർ ചെയ്താലും എതിർക്കണം.
അല്ലാണ്ട് CPI-കാരും CPM-കാരും ചെയ്യുന്ന തെറ്റ് മാത്രമേ നമ്മൾ ചൂണ്ടിക്കാണിക്കുള്ളൂ എന്ന് പറയുന്നത് തെറ്റാണ്. അതൊരു തെറ്റായ മാധ്യമ രീതിയാണ്. നിങ്ങൾ മാധ്യമ ദുസ്വാതന്ത്ര്യമാണ് ഈ കാണിക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് ഈ 8 മണി ചർച്ചയിൽ പങ്കെടുക്കാന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? ഇത് ഏഷ്യാനെറ്റ് ചെയ്താലും തെറ്റാണ്, മാതൃഭൂമി ചെയ്താലും മനോരമ ചെയ്താലും മീഡിയ വൺ ചെയ്താലും തെറ്റാണ്, ആര് ചെയ്താലും തെറ്റാണ്. ഇത് മാധ്യമ ദുസ്വാതന്ത്ര്യമാണ് അബ്ജോദ് അടക്കമുള്ള ആളുകൾ ചെയ്യുന്നത്. ശരി ശ്രീ ജയശങ്കർ, എന്തായാലും